Hi, hello, my dear students, my dear children. Welcome to my channel at Social Science Tutor. പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിലെ നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ചാനലിൽ 8, 9, 10 ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാനായിട്ട് ലഭിക്കുക. ഈ വർഷം നമ്മൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾ കൂടി സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പഠിക്കേണ്ട ചാപ്റ്റർ 1 മിഡീവിയൽ ഇന്ത്യ പാർട്ട് 1. അപ്പം നമ്മുടെ ക്ലാസ്സുകളുടെ സ്വഭാവം എന്താണെന്നൊന്ന് പറയാം. നമ്മുടെ ഓരോ ചാപ്റ്ററും നമ്മൾ പല പാർട്ടുകളായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. ഒരു വീഡിയോ 30 മിനിറ്റ് മാക്സിമം 30 മിനിറ്റുള്ള ഓരോ ക്ലാസ്സുകളായിരിക്കും നമുക്ക് നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഒരു ചാപ്റ്ററിനെ, ഫോർ എക്സാമ്പിൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ, മിഡീവൽ ഇന്ത്യ എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ ഒരു 5 പാർട്ടുകൾ കാണും. പാർട്ട് 1, 2, 3, 4 and 5. ഇനി ഈ പാർട്ടുകൾ നിങ്ങൾക്ക് ടീച്ചർ പോസ്റ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ടീച്ചറിൻ്റെ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചറെ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ പാർട്ട് വീഡിയോകളും ക്ലാസ്സുകളും ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് ഒരുമിച്ച് കാണണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പ്ലേ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ ടീച്ചർ പോസ്റ്റ് ചെയ്ത എല്ലാ പാർട്ടുകളും 1 by 1 ആയിട്ട് നിങ്ങൾക്ക് വ്യൂ ചെയ്യാനും പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ തരിക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് എഴുതാം. ടീച്ചർ അത് വായിക്കുകയും നിങ്ങൾക്ക് ആ കമൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മിഡീവിയൽ ഇന്ത്യയുടെ പാർട്ട് 1 ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഇതിൻ്റെ പാർട്ട് 2, 3, 4 ക്ലാസ്സുകൾ നമുക്ക് ഉടൻ തന്നെ സമയമനുസരിച്ച് അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പുസ്തകം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിൻ്റെ പാർട്ട് 1. നമ്മുടെ സോഷ്യൽ സയൻസിന് 2 പാർട്ടുകളുണ്ട്. പുസ്തകത്തിൽ ടെക്സ്റ്റ് ബുക്ക് 2 പാർട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. നമ്മുടെ പുസ്തകത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ രീതിയിൽ തന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൻ്റെ കവർ പേജാണ് നിങ്ങളീ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ പാർട്ട് 1 ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ 7 ചാപ്റ്റേഴ്സാണുള്ളത്. 7 ചാപ്റ്റർ. മിഡീവൽ ഇന്ത്യ ഫസ്റ്റ് ചാപ്റ്റർ, മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ്, then constitution, path and guiding light. 4th chapter from injustice to justice. 5th chapter our earth. 6th chapter Indian subcontinent and 7th chapter from food production to food security. ഓക്കെ, അപ്പോൾ 7 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലുള്ളത്. കൂടാതെ നമുക്കൊരു കാര്യം കൂടി ഒന്ന് പരിചയപ്പെടണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ചില സിമ്പിൾസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് നമ്മുടെ സിമ്പിളിൻ്റെ മീനിങ്? ഫസ്റ്റ് സിമ്പിൾ നോക്കിക്കേ, അത് അഡീഷണൽ റീഡിങ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നു, അല്ലെ നമ്മൾ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് പഠിക്കുന്നു. അവിടെ ഒരു പർട്ടിക്കുലർ ഒരു ഹിസ്റ്റോറിക്കൽ ആളെപ്പറ്റി നമ്മൾ പഠിച്ചു. ആ ആളെപ്പറ്റി കൂടുതൽ നമ്മൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ അഡീഷണൽ റീഡിങ് അതെടുത്ത് വായിക്കാം. അതൊരു ബോക്സിനകത്തായിരിക്കും കൊടുത്തിരിക്കുക. ഈ ഒരു സിമ്പിളും കാണും. നമുക്ക് അഡീഷണൽ റീഡിങ് നമ്മുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വെച്ചോ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചോ നിങ്ങൾക്കത് വായിക്കാം. പക്ഷേ ഈ അഡീഷണൽ റീഡിങ് നമുക്കൊരിക്കലും ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ഓക്കെ, അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറില്ല. അഡീഷണൽ റീഡിങ് നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു റീഡിംഗ് എന്ന് മാത്രം കരുതുക. ഓക്കെ, ഇനി രണ്ടാമത്തെ സിമ്പലിലേക്ക് വന്നേ. ഒരു പെൻ വെച്ച് ഇങ്ങനെ എഴുതുന്ന ഒരു സിമ്പൽ കണ്ടോ? അത് ലേണിംഗ് ആക്ടിവിറ്റിയാണ്. ഈ ലേണിംഗ് ആക്ടിവിറ്റി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ
ആക്ടിവിറ്റി ചെയ്യണം. ഈ ആക്ടിവിറ്റി നമുക്കൊരു പക്ഷേ നമ്മുടെ പരീക്ഷകൾക്കും എക്സാമിനും ചോദിക്കാം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ലേണിംഗ് ആക്ടിവിറ്റി. ഓക്കെ, ഇനി അടുത്ത സിമ്പിൾ നോക്കിക്കേ, അത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ഓരോ ചാപ്റ്ററിൻ്റെയും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. ഈ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ചിലപ്പോൾ ഒരു ആൽബം നിർമ്മിക്കാനായിരിക്കും, പിക്ചേഴ്സ് കളക്ട് ചെയ്യാനായിരിക്കും, കൊളാഷ് നിർമ്മിക്കാനായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം. അല്ലെ അതൊക്കെ നമുക്ക് ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനായിരിക്കാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സമയബന്ധിതമായിട്ട് നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ചെയ്യാം. അതിനകത്തു നിന്നും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരികയില്ല കേട്ടോ, അതില്ല. ദെൻ ലെറ്റസ് റീഡ് എന്നുള്ളത് എന്താണ്? അത് നമ്മൾ വായിക്കേണ്ടത് തന്നെയാണ്. ലെറ്റസ് റീഡ് അപ്പം നമ്മൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സിമ്പിൾസൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററിനോടും അനുബന്ധിച്ച് ചില വ്യക്തികളുടെ പടങ്ങൾ, ചില സംഭവങ്ങളുടെ പടങ്ങൾ, അല്ലേ, പിക്ചേഴ്സ്, ഫോട്ടോസ് കൊടുത്തിരിക്കും. ഈ ഫോട്ടോസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ ഫോട്ടോസ് കൊടുത്തിരിക്കുന്നു, ഇപ്പം ഗാന്ധിജിയുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു, അല്ലെ റെഡ് ഫോർട്ടിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫോട്ടോകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഫോട്ടോയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആക്ടിവിറ്റീസ് നമ്മുടെ എക്സാമിന് വരും. ഓക്കെ, അതുകൊണ്ട് ഫോട്ടോസ് എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് നമുക്കുണ്ട്. ആ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ പാർട്ട് 1ൻ്റെ ബാക്കിയായിട്ട് വരുന്ന ചാപ്റ്റേഴ്സൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. 8th ചാപ്റ്റർ പവർ ടു ദ പീപ്പിൾ, 9th ചാപ്റ്റർ മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത്, 10th ചാപ്റ്റർ ബജറ്റ്, ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ്, 11th chapter against discrimination, and last chapter 12th chapter the foundation stones of history. ഓക്കെ, ഈ 12 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓൾ ടുഗദർ ഈ വർഷം പഠിക്കാനുള്ളത്. 12 ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റേഴ്സിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ജോഗ്രഫിയുടെ ചാപ്റ്റേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇക്കണോമിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്, സോഷ്യോളജിയുടെ ചാപ്റ്റേഴ്സ് ഉണ്ട്. സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സബ്ജക്റ്റുകളുടെ ചേരുന്നതാണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സബ്ജക്റ്റുകളുടെ ഒരു വലിയ ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. അതിനകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഇങ്ങനെ പല ബ്രാഞ്ചസ് ഉണ്ട്. ഈ ബ്രാഞ്ചുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടാവുക. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതിനകത്ത് ഈ സബ്ജക്റ്റുകളെല്ലാം വരുന്നുണ്ട്. ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ചാപ്റ്റർ ഒരു ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് മിഡീവൽ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്റർ 1 വളരെ മനോഹരമായ ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 1 നിങ്ങൾക്ക് വളരെ ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്ന ഇന്ത്യയുടെ മിഡീവൽ ഹിസ്റ്ററിയാണ് ഇവിടെ പറയുക. മിഡീവൽ ഇന്ത്യ. നമുക്കറിയാം ഹിസ്റ്ററിയെ നമ്മൾ 3 പാർട്ടായിട്ടാണ് തിരിക്കുക. ഏതൊക്കെയാണ്? ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഹിസ്റ്ററി. ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു 5th സെഞ്ച്വറിക്ക് മുൻപുള്ള ഹിസ്റ്ററി, BC കാലഘട്ടവും, പിന്നെ 1st സെഞ്ച്വറി, 2nd സെഞ്ച്വറി, 3rd, 4th ആൻഡ് 5th സെഞ്ച്വറി വരെയുള്ള കാലത്തെയാണ് നമ്മൾ ഏൻഷ്യൻ ടൈം എന്ന് പറയുക. 5th സെഞ്ച്വറി ഏറ്റവും പഴയ സമയം, ഏറ്റവും പഴയത്. ഇനിയും 5th to 15th സെഞ്ച്വറി, 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ, 16ാം നൂറ്റാണ്ട് വരെയൊക്കെയുള്ള ഹിസ്റ്ററിയാണ് മിഡീവൽ ഹിസ്റ്ററി. മിഡീവൽ ഹിസ്റ്ററി ഇന്ത്യയിലൊക്കെ ഈ മിഡീവൽ ടൈം എന്ന് പറയുന്നത് ഒരു 17th സെഞ്ച്വറി വരെ മാറുന്നുണ്ട്. 17th സെഞ്ച്വറി വരെ. ഓക്കെ, അപ്പോൾ 5 തൊട്ട് 17th സെഞ്ച്വറി, 16th സെഞ്ച്വറി, ആ ഒരു പീരീഡ് വരെയുള്ള ഹിസ്റ്ററിയാണ് മിഡീവൽ ഹിസ്റ്ററി. അപ്പോൾ മിഡീവൽ ടൈമിലെ ഇന്ത്യയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഒരു 14th, 13th, 14th, 15th, 16th സെഞ്ച്വറികളാണ് മിഡീവൽ ഇന്ത്യ.
ഓക്കെ. ഇനി മോഡേൺ എന്ന് പറയുമ്പോൾ ഏത് സെഞ്ചുറികളിലേക്ക് വരും? 18th 19th 20th 21st സെഞ്ചുറി വരെയുള്ള പീരീഡാണ് മോഡേൺ ഹിസ്റ്ററി. ഓക്കെ. അപ്പോൾ മിഡീവിയൽ ടൈം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 5th to 16th സെഞ്ചുറി, 17th സെഞ്ചുറി. ഓക്കെ. ഇവിടെ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കിങ്ഡംസ്, രണ്ട് എംപയേഴ്സ് ആണ് പഠിക്കാനുള്ളത്. എംപയേഴ്സ്. ഫസ്റ്റ് വൺ മുഗൾ എംപയർ ആൻഡ് സെക്കൻഡ് വൺ വിജയനഗരം എംപയർ. മിഡീവൽ ഇന്ത്യ നമുക്കറിയാം വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. വാസ്റ്റായിട്ടുള്ള ഈ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾ 7ാം ക്ലാസ്സുകാർക്ക് അത് വളരെ റെഡ്യൂസ് ചെയ്ത് വളരെ ഷോർട്ടാക്കി രണ്ട് മിഡീവിയൽ കാലഘട്ടത്തിലെ രണ്ട് രാജവംശങ്ങളെ പറ്റി മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ രാജവംശം നോർത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട രാജവംശമാണ്. അതാണ് മുഗൾ എംപയർ. സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കർണാടക പോലെയുള്ള സൗത്ത് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രാജവംശമായിരുന്നു, ഒരു എംപയർ ആയിരുന്നു വിജയനഗരം എംപയർ. അപ്പോൾ മുഗൾ എംപയർ നോർത്ത് ഇന്ത്യയിലും വിജയനഗരം എംപയർ സൗത്ത് ഇന്ത്യയിലും രണ്ട് എംപയേഴ്സ് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കത് വളരെ മിഡീവിയൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ വളരെ ഷോർട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നിരിക്കുക. ഓക്കെ. ഇവിടെ നിങ്ങൾ രണ്ട് പിക്ചേഴ്സാണ് കാണുക. ഒന്നാമത്തെ പിക്ചർ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള പിക്ചറാണ് റെഡ് ഫോർട്ട്. ഇന്ത്യയുടെ റെഡ് ഫോർട്ടാണ് നിങ്ങൾ കാണുക. എന്താണ് റെഡ് ഫോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ എല്ലാ റിപ്പബ്ലിക് ഡേയിലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ എല്ലാ ഇൻഡിപെൻഡൻസ് ഡേയിലും August 15th നമ്മുടെ ട്രൈകളർ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ പരേഡും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്ന വളരെ വർണ്ണാഭമായ വളരെ വിപുലമായ പരിപാടികളൊക്കെ നമ്മൾ ടി വിയിൽ കാണുന്നതാണ്. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകും ഡൽഹിയിലെ റെഡ് ഫോർട്ട്. ഈ റെഡ് ഫോർട്ട് എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് പഠിക്കാനുള്ള മുഗൾ എംപയറിലെ പ്രശസ്തനായ ഒരു മുഗൾ എംപററാണ് ഈ റെഡ് ഫോർട്ടിൻ്റെ നിർമ്മാണം നടത്തിയത്. ഈ ബിൽഡിംഗ് പണിതത് അദ്ദേഹമാണ്. അപ്പോൾ മുഗൾ എംപയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു നിർമ്മിതിയാണ് നമ്മുടെ റെഡ് ഫോർട്ട്. അപ്പോൾ അവരുടെ ഒരു സിമ്പലായിട്ടാണ്, മുഗൾ രാജാക്കന്മാരുടെ ഒരു സിമ്പലായിട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റിലെ എന്ത് തന്നിരിക്കുന്നത്? നമ്മുടെ റെഡ് ഫോർട്ട് തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത പിക്ചറിലേക്ക് വന്നേ. അടുത്ത പിക്ചറിൽ നിങ്ങൾ കാണുന്നത് ഹംപി എന്ന് പറയുന്ന സ്ഥലമാണ്. ഹംപി നമുക്കറിയാം വിജയനഗരം രാജാക്കന്മാരുടെ വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു ഹംപി. അപ്പോൾ ഹംപിയിലെ ഏറ്റവും മനോഹരമായ ഒരു ടെമ്പിളാണ് നിങ്ങളാ കാണുന്നത്. ഹംപി ടെമ്പിൾ ഓഫ് ഹംപി. വിജയനഗര രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പിക്ചർ ഈ ടെമ്പിളാണ്. അവരുടെ സിമ്പലാണ് ഈ ടെമ്പിൾ ഹംപി. അപ്പോൾ ഈ രണ്ട് പിക്ചേഴ്സും നമ്മളെ എന്ത് സൂചിപ്പിക്കുന്നു? നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കിങ്ഡംസിനെ പറ്റിയാണ് നമ്മളെ കാണിക്കുന്നത്. ഓക്കെ. ഒന്ന് മുഗൾ എംപയർ, സെക്കൻഡ് വൺ വിജയനഗര എംപയർ. ഓക്കെ. നമുക്ക് ഈ രണ്ട് പിക്ചേഴ്സ് ഒന്നുകൂടി ഒന്ന് കാണാം. ഹിസ്റ്റോറിക്കൽ റെലിക്സ് ഓഫ് ടു കിങ്ഡംസ് ദാറ്റ് റൂൾ മിഡീവിയൽ ഇന്ത്യ. മിഡീവിയൽ ഇന്ത്യ ഭരിച്ച രണ്ട് രാജവംശങ്ങളുടെ രണ്ട് കിങ്ഡംസിൻ്റെ ഹിസ്റ്റോറിക്കൽ റിലിക്സ് ആണ് നിങ്ങൾ കാണുക. അവരുടെ ചരിത്രപരമായ അവരുടെ അവശേഷിപ്പാണ് ഈ കാണുക. ഒന്നാമത്തേത് റെഡ് ഫോർട്ട്, രണ്ടാമത്തേത് ഹംപി. ഓക്കെ. അടുത്തത് നമുക്ക് മാപ്പിലേക്ക് വരാം. ഈ മാപ്പ് ഒന്ന് ശ്രദ്ധിച്ചേ. മുഗൾ കിങ്ഡമാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുക. മുഗൾ കിങ്ഡം. ഓക്കെ. മുഗൾ കിങ്ഡം ഇവിടെ മിഡീവിയൽ ടൈമിലെ ഇന്ത്യ മാത്രമല്ല നിങ്ങൾ ഈ മുഗൾ കിങ്ഡത്തിൽ കാണുക. എത്ര വാസ്റ്റായിരുന്നു നോക്കിയേ നമ്മുടെ മുഗൾ കിങ്ഡം. നോർത്ത് ഇന്ത്യ മുഴുവനും സൗത്ത് ഇന്ത്യയിലേക്കും വ്യാപിച്ചു കിടന്ന വളരെ വാസ്റ്റായിട്ടുള്ള ഒരു കിങ്ഡമായിരുന്നു മുഗൾ കിങ്ഡം. മുഗൾ കിങ്ഡം 4 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടന്നിരുന്നു. ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ പറഞ്ഞാൽ അത് 4 രാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്തിരുന്നു. ഫസ്റ്റ് വൺ ഇന്ത്യ, സെക്കൻഡ് വൺ പാകിസ്ഥാൻ, തേർഡ് വൺ
ബംഗ്ലാദേശ്, ഫോർത്ത് വൺ അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ 4 രാജ്യങ്ങളിലായി സ്പ്രെഡ് ചെയ്ത് കിടന്നിരുന്ന വളരെ വാസ്റ്റായിട്ടുള്ള ഒരു കിങ്ഡമായിരുന്നു മുഗൾ കിങ്ഡം, മുഗൾ എംപയർ. മുഗൾ എംപയറിൻ്റെ ഈ രണ്ടാമത്തെ മാപ്പിലേക്ക് കൂടി നിങ്ങളൊന്ന് നോക്കുക. കണ്ടോ, ഈ മാപ്പിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാം ഇന്ത്യയുടെ ഭാഗങ്ങളുണ്ട്, ബംഗ്ലാദേശിൻ്റെ ഭാഗങ്ങളുണ്ട്. ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തേക്ക് നോക്കിയേ, ബംഗ്ലാദേശിൻ്റെ ഭാഗങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ വെസ്റ്റ് ഭാഗത്തേക്ക് വന്നേ, പാകിസ്ഥാൻ്റെ ഭാഗം. നമുക്കറിയാം, ഒരു മാപ്പ് നോക്കുമ്പോൾ അതിൻ്റെ ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും നിങ്ങൾക്കറിയാമല്ലോ. എവിടെയാണ് മാപ്പിൻ്റെ നോർത്ത്? ഏറ്റവും മുകളിൽ അല്ലേ? നമുക്ക് ഈ മുകൾ ഭാഗത്തായിട്ടാണ് നോർത്ത്. ഏറ്റവും താഴെ വരുന്നതാണ് സൗത്ത്. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്നതാണ് ഈസ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് വെസ്റ്റ്. ഇപ്പം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 4 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വളരെ വാസ്റ്റായിട്ട് കിടന്ന ഒരു കിങ്ഡമാണ് നമ്മുടെ മുഗൾ കിങ്ഡം. കണ്ടോ, മുഗൾ കിങ്ഡം. നെക്സ്റ്റ്, മുഗൾ റൂൾ. നമ്മൾ ഇന്ന് മുഗൾ കിങ്ഡത്തെ പറ്റി, മുഗൾ ഭരണത്തെ പറ്റി നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ മുഗൾ റൂളിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും അതിനെപ്പറ്റി നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ടീച്ചർ പറയുക. ഓക്കെ, അപ്പോൾ മുഗൾ റൂൾ ഇറ്റ് വാസ് ഫ്രം 1526 to 1857. 1526 മുതൽ 1857 വരെ വളരെ ലോങ് ടൈം ഇന്ത്യ ഭരിച്ച ഒരു രാജവംശമായിരുന്നു മുഗൾ റൂളേഴ്സ്, മുഗൾ എംപറേഴ്സ്. എംപറർ ഈ 2 വേർഡ് നമുക്കറിയാമല്ലോ. എംപയർ മീൻസ് അവരുടെ സാമ്രാജ്യം, എംപറർ ആരാണ്? ആ സാമ്രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി. സോ മുഗൾ റൂൾ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഫ്രം 1526. ഈ 1526 ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു ഇയറാണ്. മുഗൾ റൂൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഇയറാണ് 1526. ഇത് എൻഡായ ഇയറാണ് 1857. അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് 1857. അപ്പോൾ 1526 മുതൽ 1857 ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ടീച്ചർ പറയാൻ കാരണം എന്താണെന്നോ? 1526 ഇന്ത്യ കണ്ട ഒരു വലിയ യുദ്ധത്തിൻ്റെ വർഷമാണ്. പാനിപ്പത്ത്, ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. പാനിപ്പത്ത് യുദ്ധം, ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്താണ് 1526. ഈ പാനിപ്പത്ത് യുദ്ധമാണ് മുഗൾ റൂളിന് ഇവിടെ ഫൗണ്ടേഷൻ ഇട്ടത്, ഇവിടെ അടിത്തറയിട്ടത്. മുഗൾ റൂൾ ഇവിടെ തുടങ്ങുന്നത് 1526 നടന്ന 1-ാം പാനിപ്പത്ത് യുദ്ധത്തോടു കൂടിയാണ് മുഗൾ രാജാക്കന്മാർ അവരുടെ ഭരണം ആരംഭിച്ചത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1526, ഫസ്റ്റ് പാനിപ്പത്ത് ബാറ്റിൽ. Then 1857, it is also an important date. Why? 1857 ആണ് ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്ന വർഷമാണ് 1856. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസോടുകൂടി മുഗൾ റൂൾ ഇവിടെ എൻഡായി, അവസാനിച്ചു. അപ്പോൾ 1526 മുതൽ 1857 വരെ ഇന്ത്യ ഭരിച്ച ഒരു രാജവംശമാണ് മുഗൾ ഭരണാധികാരികൾ. അവരുടെ ക്യാപിറ്റൽ എവിടെയാണെന്ന് നോക്കിയാൽ ഡൽഹി. അവിടെ മുഗൾ രാജാക്കന്മാരിൽ മെയിൻ രാജാക്കന്മാരുടെ പേര് നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ ബാബർ, സെക്കൻഡ് വൺ ഹുമയൂൺ, തേർഡ് വൺ അക്ബർ, ഫോർത്ത് വൺ ജഹാംഗീർ, ഫിഫ്ത്ത് വൺ ഷാജഹാൻ ആൻഡ് സിക്സ്ത് വൺ ഔറംഗസീബ്. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ 6 രാജാക്കന്മാർ അല്ലെങ്കിൽ 6 എംപറേഴ്സ്, ഉള്ളി 6 എംപറേഴ്സ്. നോ, ഏകദേശം 18 എംപറേഴ്സ് മുഗൾ റൂൾ കാലത്ത് നമ്മുടെ ഇന്ത്യ ഭരിച്ചു. പക്ഷേ ഈ 6 എംപറേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളവരൊന്നും പഠിക്കാനില്ല, അവരുടെയൊക്കെ നമ്മളങ്ങ് അവോയ്ഡ് ചെയ്തു. നമുക്ക് പഠിക്കാനുള്ളത് ദ മെയിൻ 6 എംപറേഴ്സ്. ബാബർ, അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഹുമയൂൺ, അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു അക്ബർ,
അക്ബറിൻ്റെ മകനായിരുന്നു ജഹാംഗീർ, ജഹാംഗീറിൻ്റെ മകനാണ് ഷാജഹാൻ, ഷാജഹാൻ്റെ മകനാണ് ഔറംഗസീബ്. ഓക്കെ, ഔറംഗസീബ് ഭരണം കഴിഞ്ഞു, കുറച്ച് രാജാക്കന്മാരൊക്കെ ഭരിച്ചു, മുഗൾ എംപറേഴ്സ് ഭരിച്ചു. പക്ഷേ അവരൊക്കെ അത്ര എന്താണ് ഫേമസ് അല്ല, ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് അവരെയൊക്കെ ഒഴിവാക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 മുഗൾ റൂളേഴ്സ്, മുഗൾ എംപറേഴ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ ബാബർ. ഹി ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ മുഗൾ റൂൾ ഇൻ ഇന്ത്യ. ബാബറാണ് മുഗൾ റൂളിന് ഇന്ത്യയിൽ ഫൗണ്ടേഷൻ ഇട്ടത്. ഏതാണ് യുദ്ധത്തിൻ്റെ പേര്? ടീച്ചർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അവിടെ ബാബർ അന്നത്തെ ഡൽഹി റൂളറെ പരാജയപ്പെടുത്തുകയും ബാബർ അവിടെ തൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ആ സാമ്രാജ്യത്തിൻ്റെ പേരാണ് മുഗൾ എംപയർ. ബാബർ, ദെൻ ഹുമയൂൺ, ദെൻ അക്ബർ, ദെൻ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഓക്കെ, ഇതിൽ ബാബർ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഹി ലേഡ് ദ ഫൗണ്ടേഷൻ, ഫസ്റ്റ് റൂളർ. ദെൻ അക്ബർ, ഹി വാസ് ദ ഗ്രേറ്റ് എംപറർ ഓഫ് മുഗൾ റൂൾ. ഏറ്റവും മുഗൾ റൂളിലെ ഏറ്റവും ഗ്രേറ്റ് എംപറർ, ദ ഗ്രേറ്റ് എന്ന് പറയാവുന്ന ആളാണ് അക്ബർ. അപ്പോൾ മുഗൾ രാജാക്കന്മാരിൽ ഏറ്റവും എന്താണ് ഗ്രേറ്റ് എന്നുള്ള വാക്കിൻ്റെ മലയാളം എന്താണ്? ഏറ്റവും മഹാൻ എന്ന് നമുക്ക് പറയാവുന്ന എംപററാണ് അക്ബർ. ദെൻ ഷാജഹാനാണ് റെഡ് ഫോർട്ടും അതുപോലുള്ള എല്ലാ ഹിസ്റ്റോറിക്കൽ ആയിട്ട് നമ്മൾ ഇന്ന് സംരക്ഷിക്കുന്ന എല്ലാ നിർമ്മിതികളും കൊട്ടാരങ്ങളും എന്താണ് അതെല്ലാം ബിൽഡ് ചെയ്ത രാജാവാണ് ഷാജഹാൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കലാകാരനായിരുന്നു ഷാജഹാൻ. അദ്ദേഹം ധാരാളം കോട്ടകളും ബിൽഡിങ്സും അതുപോലെ ശവകുടീരങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ നിർമ്മിതികളാണ്. ദെൻ ഔറംഗസീബ്. ഓക്കെ, മുഗൾ കിങ്സ് ആൻഡ് മുഗൾ കിങ്ഡംസ്. ദ ഫസ്റ്റ് മുഗൾ കിങ് that is founder of മുഗൾ എംപയർ ബാബർ. ടർക്കിഷ് മംഗോൾ ട്രഡീഷനാണ് ഈ ബാബറിനുള്ളത്. ഈ മുഗൾ എന്ന വേർഡ് എവിടെ നിന്ന് വന്നെന്ന് നിങ്ങൾക്കറിയാമോ? മംഗോൾ എന്ന വാക്കിൽ നിന്നാണ്, മംഗോൾ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ മുഗൾ ഉണ്ടായത്. സത്യത്തിൽ അവരെ മംഗോൾ റൂൾ, മംഗോൾ കിങ്ഡം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ മുഗൾ എന്നുള്ള വാക്ക് ആരാണ് കൊണ്ടുവന്നത്? സത്യത്തിൽ അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വാക്കാണ്. മംഗോളിനെ ബ്രിട്ടീഷുകാർ എന്താക്കി മാറ്റി? മുഗൾ എന്നാക്കി മാറ്റി. ഒരുപക്ഷെ ബ്രിട്ടീഷുകാർക്ക് മംഗോൾ എന്നുള്ള വേർഡ് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ഈ മംഗോൾ എന്നുള്ളതിനെ മുഗൾ എന്നാക്കി മാറ്റി. അങ്ങനെയാണ് മംഗോൾ കിങ്ഡം എന്നുള്ളത് മാറി മുഗൾ എന്നൊക്കെ വന്നത്. അപ്പം ഈ മുഗൾ എന്നുള്ള വാക്ക് വന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലായല്ലോ? മംഗോൾ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഈ മംഗോളിയർ എവിടെ താമസിക്കുന്നവരാണെന്ന് നിങ്ങൾക്കറിയാം. അഫ്ഗാനിസ്ഥാൻ്റെ, ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ്റെ ഏരിയയിലൊക്കെ താമസിക്കുന്ന ഒരു വർഗമാണ്, ഒരു ഗോത്രവർഗമാണ്, ട്രൈബലാണ് ഈ മംഗോളിയർ. ആ മംഗോളിയറുടെ ഒരു ട്രഡീഷനുള്ള ആൾക്കാരാണ് ഈ മുഗൾ രാജാക്കന്മാർ. അവർക്ക് 2 ട്രഡീഷനുണ്ട്. അവരുടെ പെറ്റേണൽ, അതായത് അവരുടെ ഫാദേഴ്സ് അവർ തുർക്കികളായിരുന്നു. അപ്പോൾ ടർക്കിഷ് ട്രഡീഷനും അതുപോലെ തന്നെ അമ്മ വഴിക്ക് മെറ്റേണൽ ട്രഡീഷനായിട്ട് മംഗോൾ ട്രഡീഷനും ചേർന്നതാണ് മുഗൾ രാജാക്കന്മാർ. ഓക്കെ, അപ്പോൾ അമ്മമാരെ മംഗോളിയ വർഗത്തിൽപ്പെട്ടവരും അവരുടെ അപ്പന്മാരെ, അവരുടെ ഫാദർ തുർക്കി പാരമ്പര്യത്തിലുള്ളവരുമാണ്. അപ്പോൾ ഈ മുഗൾ രാജാക്കന്മാരുടെ ഭരണം നമ്മളിനി പഠിക്കാൻ പോവുക. അവരുടെ ഭരണം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന ഒരു കാര്യം, അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അതിനകത്ത് ടർക്കിഷായിട്ടുള്ള ട്രഡീഷനും നമുക്ക് കാണാൻ പറ്റും, മംഗോളിയരുടെ ട്രഡീഷനും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചെങ്കിസ് ഖാൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെങ്കിസ് ഖാൻ്റെ ആ ഒരു പാരമ്പര്യമൊക്കെയാണ് മംഗോൾ. അവരുടെ ചില അഡ്മിനിസ്ട്രേറ്റീവ് രീതികളൊക്കെ നമുക്ക് ഈ മുഗൾ രാജാക്കന്മാരിൽ കാണാൻ പറ്റും. അത് അവർക്ക് എവിടെ നിന്ന് കിട്ടിയതാ? അവരുടെ അമ്മയുടെ മെറ്റേണൽ ട്രഡീഷനിൽ നിന്ന് കിട്ടിയതാ. എന്നാൽ തുർക്കികളുടെ ചില അഡ്മിനിസ്ട്രേറ്റീവ് രീതികളൊക്കെ നമുക്ക് ഈ മുഗൾ രാജാക്കന്മാരിൽ കാണാൻ പറ്റും. അത് അവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അവരുടെ അപ്പൻ അല്ലെങ്കിൽ അവരുടെ ഫാദറിൻ്റെ ട്രഡീഷനാണ്, പെറ്റേണൽ ട്രഡീഷൻ. അപ്പോൾ തൈമൂറൊക്കെയാണ് ഇവരുടെ പെറ്റേണൽ ട്രഡീഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആളാണ് തൈമൂർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും,
ഒരു തുർക്കി പാരമ്പര്യമുള്ള ഒരു രാജാവായിരുന്നു തൈമൂർ. അപ്പോൾ തൈമൂറിൻ്റെയും അതുപോലെ ചെങ്കിഷ് ഖാൻ്റെയും ഒക്കെ ട്രഡീഷൻ വരുന്ന ഒരു രാജവംശമാണ് ഈ മുഗൾ രാജാക്കന്മാരെ. മനസ്സിലായല്ലോ? മംഗോൾ എന്നുള്ള വാക്കിൽ നിന്നാണ് ഏത് വേർഡ് ഉണ്ടായത്? മുഗൾ. ഓക്കെ, മുഗൾ കിങ്ഡം അവരുടെ ഓൾഡ് നെയിം മംഗോളാണ്. ഓക്കെ, മുഗൾ രാജാക്കന്മാരെ എല്ലാം നമുക്കൊന്ന് കാണാം. ഇവിടെ നിങ്ങൾ കാണുന്ന 6 രാജാക്കന്മാർ ഇവിടെയുണ്ട്. ഫസ്റ്റ് വൺ ബാബർ, ദെൻ ഹുമയൂൺ, ദെൻ അക്ബർ. അക്ബറിനെ കണ്ടോ? ഓക്കെ, ഇനി താഴേക്ക് വന്നേ. ഇതാണ് ജഹാംഗീർ, ദെൻ ഷാജഹാൻ, ദെൻ ഔറംഗസീബ്. ഒന്നുകൂടി ടീച്ചർ പറയാം. ഫസ്റ്റ് വൺ ബാബർ, ദെൻ ഹുമയൂൺ, ദെൻ അക്ബർ. താഴേക്ക് വന്നേ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. അല്ലേ? വളരെ ഹാൻസമായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? കണ്ടാൽ നല്ല സുന്ദരന്മാരാണ് നമ്മുടെ മുഗൾ രാജാക്കന്മാരെല്ലാവരും തന്നെ. ഓക്കെ, ദെൻ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ മുഗൾ കിങ്ഡം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞത്? അത് വാസ്റ്റായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. നമ്മൾ മാപ്പ് കണ്ടു. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ മുഗൾ കിങ്ഡം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരുന്നത്? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ആ രാജ്യങ്ങളിലെല്ലാം മുഗൾ ഭരണമായിരുന്നു. മുഗൾ രാജ ഭരണത്തിന് അതിന് ഫൗണ്ടേഷൻ ഇട്ട നമ്മുടെ ബാറ്റിൽ ഏതായിരുന്നു? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഇവിടെ നമ്മുടെ പുസ്തകത്തിൽ നിങ്ങളുടെ റീഡിങ്ങിന് വേണ്ടി തന്നിരിക്കുന്ന നമ്മുടെ സിമ്പൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ റീഡിങ്ങിന് തന്നിരിക്കുന്നതാണ് ഈ ഫസ്റ്റ് പാനിപ്പത്ത് ബാറ്റിലിനെ പറ്റി നിങ്ങൾക്ക് വായിക്കാം. 1526 ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന ഡൽഹി സുൽത്താനെ ബാബർ പരാജയപ്പെടുത്തി. ബാബർ ദ ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ, he defeated Ibrahim Lodi, the ruler of Delhi in that time, in 1526. ഈ ബാറ്റിൽ നടന്ന അതിൻ്റെ വെന്യൂ പാനിപ്പത്തായിരുന്നു. പാനിപ്പത്ത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പാനിപ്പത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ ഹരിയാനയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഈ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ മംഗോളിയ സ്ഥലത്തു നിന്ന് ഈ ബാബർ ഇന്ത്യയിലേക്ക് ഇൻവേഡ് ചെയ്ത് കയറി വരികയും അദ്ദേഹം ഹരിയാനയുടെ പ്രദേശങ്ങളിലൊക്കെ എത്തി അവിടെ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അന്നത്തെ ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയുമായി ഒരു വലിയ ബാറ്റിൽ നടന്നു. എന്നാണ് ആ ബാറ്റിൽ നടന്ന വർഷം? 1526, ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഇബ്രാഹിം ലോധി, ദ റൂളർ ഓഫ് ഡൽഹി, defeated by Babur, the first ruler of Mughal. So Babur, he started a new kingdom in Delhi as the capital. It was known as Mughal Empire. Okay. അപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്താണ് മുഗൾ രാജഭരണത്തിന് അടിത്തറയിട്ടത്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? It was happened in 1526. It was the war between Ibrahim Lodi and Babur, the ruler of Kabul. മംഗോൾ അല്ലെ, മംഗോളിയൻ ആൾക്കാർ താമസിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ കാബൂളൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് ഇൻവേഡ് ചെയ്ത് കയറി വന്നതാണ്. നമ്മുടെ ഹിമാലയത്തിൻ്റെ ചുരങ്ങളിലൂടെയൊക്കെ കയറി ബാബർ ഇങ്ങനെ ഇന്ത്യ അന്വേഷിച്ച് വന്നു. കാരണം ഇന്ത്യ വലിയ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് ആ കാലത്തെ വലിയ കേൾവിയായിരുന്നു. അപ്പോൾ ബാബറിനെ ഇന്ത്യയിലേക്ക് വരാനും ഇവിടുത്തെ നമ്മുടെ സ്വർണവും നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളുമൊക്കെ കൊള്ളയടിക്കാനും അങ്ങനെ അദ്ദേഹം വന്നു. അന്ന് ഇന്ത്യയുടെ ഡൽഹി കേന്ദ്രമാക്കി നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗം ഭരിച്ചിരുന്ന ആളാണ് ഇബ്രാഹിം ലോധി. അദ്ദേഹത്തിന് ഡിഫീറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ വാർ ബിറ്റ്വീൻ ഇബ്രാഹിം ലോധി ആൻഡ് ബാബർ, ദ റൂളർ ഓഫ് കാബൂൾ. ദേ ഫോട്ട് അറ്റ് പാനിപ്പത്ത് ഇൻ ഹരിയാന. Ibrahim Lodi was defeated in this war. So Ibrahim Lodi, he was completely defeated by Babur. Then Babur, he laid the foundation of Mughal rule in India. That was the significance of the first battle of Panipat. Okay, പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ 4 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക. 1526 ഇത് ഹാപ്പൻ ചെയ്തത്. ഇബ്രാഹിം ലോധിയെ ഡിഫീറ്റ് ചെയ്തു. ബാബറാണ് അവിടെ വിക്ടോറിയസ് ആയത്. പാനിപ്പത്ത് എന്ന് പറയുന്നത് ഹരിയാനയിലാണ്.
then this war was the main reason for the foundation of or the starting of Mughal rule in India. Thank you children, thank you so much. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമുക്ക് മുഗൾ റൂളിൻ്റെ നെക്സ്റ്റ് ഭാഗങ്ങളൊക്കെ നമ്മുടെ പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.